ഞാൻ ഈ ഏകദേശം പള്ളി ആദ്യമായിട്ടാണ് വരുന്നത്. എന്റെ അങ്കിൾ ജോർജ് കൊണ്ടുവന്നാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അങ്കിൾ ഈ വർഷം പെറുവിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതിനാൽ എന്നെ പകരം അയക്കുകയായിരുന്നു. ഇവിടെ ഞാൻ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. ഉത്യോപ്യയിൽ നിന്ന് UK ചാൾസ് രാജകുമാരന്റെ ബർമിംഗ്ഹാം കൊട്ടാരത്തിൽ അങ്കിളുമായി ക്രിസ്മസ് ആഘോഷിക്കുവാൻ പോയപ്പോൾ ചാൾസ് രാജകുമാരന്റെ റോൾസ് റോയ്സ് കാറ് ഇന്ത്യൻ അടിച്ചുപണിയിൽ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയെ പരിചയപ്പെടുവാൻ സാധിച്ചു. റോൾസ് റോയ്സ് കാറ് ജാക്കിൽ ചേർക്കുന്നതിന് പകരം വലിയ ശരീരത്തിൽ കാർ താങ്കളുടെ അടിച്ചുപണിയിൽ ആ മനുഷ്യന്റെ ആത്മാർത്ഥത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ പറ്റി ചാൾസ് രാജകുമാരോട് ചോദിച്ചപ്പോൾ മലയാളികൾ ഇഷ്ടപ്പെട്ടമായി പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുക്കാൻ എന്ത് പണി ചെയ്യുന്നതാണ് ചാൾസ് രാജകുമാരൻ എന്നോട് പറഞ്ഞത്. പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുക്കുമ്പോൾ ബർമിംഗ്ഹാം കൊട്ടാര റോയൽ എക്സ് ബിഷപ്പിലൊക്കെ ഗതിയായിരുന്നു ചാൾസ് രാജകുമാരൻ എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുമ്പോൾ വിദേശത്ത് തങ്ങളുടെ പള്ളി വിശേഷം അദ്ദേഹം ഞാനുമായി പങ്കുവച്ചു. അങ്ങനെ അത് കേട്ട് അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഞാൻ വിദേശത്തേക്ക് വരികയായിരുന്നു. എയർപോർട്ടിൽ വന്നിറങ്ങി എന്നെ ഒരു കട്ട കൊണ്ടുപോകുന്ന ലോറിയിലേക്ക് എടുത്തിട്ടു. ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇതാ വിദേശം പള്ളിയുടെ മുന്നിൽ നിന്നു. പള്ളിയിൽ പരിസരം അതിമനോഹരമായി അലങ്കരിച്ചതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ സന്തോഷമായി. അപ്പോൾ കരോളിന്റെ ആളിനാളും തൈപ്പുറയുടെ ആളിനാളുമായ ഒരാൾ എന്നെ സമീപിച്ചു. 25 വർഷമായി ഞാനാണ് ഇവിടുത്തെ കൺവീനർ നടന്നു. ആ സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുക്കില്ലെന്നും അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു. ഞാൻ പോകുമ്പോ എന്റെ ചെറുതിൽ വന്നതിനെ ചോദിക്കൊണ്ട് ഞാനാണ് കൺവീനർ, ഞാൻ പറയുന്നത് കേട്ടാൽ വേറാരും പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് ജോലിനോട് ഇരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആട്ടോ പാട്ടുകളുമായി 6 ദിവസത്തെ കരോൾ സമിതിയിലേക്ക് നടന്നു. വളരെ മനോഹരമായ പാട്ടുകൾക്ക് പോകാമെന്ന് വിചാരിച്ച് യാത്ര ചെയ്ത എന്നെ അവാർഡ് പാട്ടായ ക്രിസ്തുമസല്ലേ എന്ന പാട്ടെടുത്ത് കഴിപ്പിക്കൊണ്ടിരുന്നു. അങ്ങനെ കരോൾ ആരംഭിച്ചു. 1 ദിവസം കഴിഞ്ഞപ്പോ ഫ്രൈഡ് റൈസ് നല്ല ചിക്കൻ എന്നത് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു. ഇടയ്ക്ക് ചില കഴിവുകൾ കഴിച്ച് കുന്നോള ഭാഗത്ത് കരോളെത്തിയപ്പോൾ പൊറോട്ടയും ബീഫും ഞങ്ങളെ ലഭിച്ചു. അങ്ങനെ വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ച് 1-ാം ദിവസം കരോൾ അവസാനിപ്പിച്ചു. അങ്ങനെ 2-ാം ദിവസം തലേന്നത്തെ ഭക്ഷണക്ഷീണ കാരണം ഞാൻ വൈകിയാണ് ഉണർന്നത്. ഒരു 20 സെക്കൻഡ് പിള്ളേർ വന്ന് എന്നെ കരോളിനെ കൂട്ടിക്കൊണ്ടുപോയി കരോൾ ആരംഭിച്ചു. കുന്നുമായി ചവിട്ടിക്കിടന്ന് കരോൾ അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുമായി വന്ന ഇടവകയുടെ മുൻ സെക്രട്ടറി കൂടെ കുട്ടിയെ നുള്ളിൽ കഴിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ കരോളിന് ഇതിന്റെ ഇടയ്ക്കൂടെ മുങ്ങാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ പോകുന്ന കരോളിനെ പറഞ്ഞ കുട്ടി മുന്നേ ഓടിക്കൂടെ എല്ലാ വീട്ടിലും ഓടി കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആട്ടവും പാട്ടവുമായി വിഭവസമൃദ്ധമായി ചിരി ഇറച്ചിയും കഴിച്ച് 2-ാം ദിവസം കരോൾ അവസാനിപ്പിച്ചു. 3-ാം ദിവസം കരോൾ ആരംഭിച്ചപ്പോൾ യുവനസിക്കപ്പെട്ട ആസ്വദിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ യുവനസിക്കപ്പെട്ട ബിഗ് ക്ലാസ് പരിപാടിയാണ് നടത്താൻ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്.
മൂന്നാം ദിവസം കരോൾ നടക്കുമ്പോൾ ഇടവകയുടെ ശുശ്രൂഷൻ പോസ്റ്റിലായി നിന്ന് ഞാൻ എന്നോട് കൂട്ടലെന്ന് പറഞ്ഞ് കരയുന്നത് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ പറയുന്ന വഴിയിലോട്ട് പിള്ളേരി പോകുന്നില്ലെന്ന് പരിഭവം പറഞ്ഞു. പിള്ളേരല്ലേ ക്ഷമിക്കണ്ട, പൊറോട്ടയും ബീഫും തീരുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പിള്ളേർ അദ്ദേഹത്തെ സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോയി. കരോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിയപ്പം വേണോ 5 രൂപ, ഉണ്ണിയപ്പം വേണോ 5 രൂപ എന്ന് പറഞ്ഞ അമ്മാമ്മ കച്ചവടം ചെയ്തത്. ഉട്ടോപ്പിയിൽ ഉണ്ണിയപ്പം കിട്ടാത്തതുകൊണ്ട് ഞാൻ നാളെ ഉണ്ണിയപ്പം കഴിക്കാതെ കരുതി അമ്മാമ്മയെ സമീപിക്കുമ്പോൾ മറ്റൊരമ്മാമ്മ എന്നോട് പറഞ്ഞു, ഇത് വീട്ടിലുണ്ട്, വീട്ടിലാരും കൊടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പം കാശ് കൊടുത്ത് വിൽക്കുകയാണെന്നാണ് മനസ്സിലായത്. അങ്ങനെ സന്തോഷത്തോടുകൂടി ആട്ടും പാട്ടവുമായി മൂന്നാമത്തെ ദിവസം കരോൾ യുവസംബന്ധമായ ഭക്ഷണത്തോടുകൂടി സമാപിച്ചു. 3 ദിവസം എൻജോയ് ചെയ്ത് എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവച്ച് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന് വെച്ച് പരസ്പരം പിരിഞ്ഞു. എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റിന് സമയമായി. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. വീണ്ടും അടുത്ത വർഷം ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.